വെൽക്കം ബാക്ക് ടു എൻ ചാനൽ ലേണിംഗ്. ഇറ്റ്സ് മീ ബനാസത്ത് ഖാലിദ്. നമ്മൾ ഡേ 2 മൗലികാവകാശങ്ങളെ കുറിച്ചാണ് ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡേ 1 നമ്മൾ കേരള ഭൂപ്രകൃതിയെ കുറിച്ചാണ് മനസ്സിലാക്കിയത്. ആ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് മൗലികാവകാശം. അപ്പൊ മൗലികാവകാശങ്ങളെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. മൗലികാവകാശം കുറിച്ച് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ മനസ്സിലാക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കപ്പെട്ട സമയത്ത് ഇന്ത്യൻ ഭരണഘടനയിൽ 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും 22 ഭാഗങ്ങളുമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഏകദേശം 470ഓളം അനുച്ഛേദങ്ങളും 12 പട്ടികകളും 25ഓളം ഭാഗങ്ങളുമാണ് ഇപ്പോൾ ഭരണഘടനയിൽ നിലവിലുള്ളത്. ഇന്നത്തെ ഭാഗത്ത് നമ്മൾ മൗലികാവകാശങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങളുടെ പ്രസക്തി എത്രത്തോളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനു മുമ്പ് മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ എന്താണ്, എല്ലാ ജനാധിപത്യ രാജ്യങ്ങളും അവരുടെ പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഭരണഘടനയിൽ ചില ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ഭരണഘടനയിൽ അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത് വെച്ചാൽ അമേരിക്കയുടെ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ്. UN ബിൽ ഓഫ് റൈറ്റ്സ് 1791 നിന്നാണ് മൗലികാവകാശങ്ങൾ ഇന്ത്യയിലേക്ക് കടം കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് മൗലികാവകാശം കടം കൊണ്ടിരിക്കുന്ന അമേരിക്കയുടെ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ്. ഇനി മൗലികാവകാശങ്ങൾ കുറച്ച് വിശേഷങ്ങൾ പറയുന്നുണ്ട്. മൗലികാവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കൽ അല്ലെങ്കിൽ ആധാരശില എന്ന് പറയുന്നു. ഇനി സ്വാതന്ത്ര്യ വിളക്കുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് മൗലികാവകാശങ്ങളാണ്. ഇനി മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തുന്നത്? ഭാഗം 3 മൗലികാവകാശങ്ങളെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 മൗലികാവകാശങ്ങളെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. അനുച്ഛേദങ്ങൾ 12 മുതൽ 35 വരെയാണ് ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നത്. മൗലികാവകാശങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന അനുച്ഛേദം എന്താണ്? 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദത്തിലാണ് മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം, നമ്മൾ പറഞ്ഞു അമേരിക്കയുടെ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ് മൗലികാവകാശങ്ങൾ കടം കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് മൗലികാവകാശങ്ങൾ കടം കൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ത്യയുടെ ബിൽ ഓഫ് റൈറ്റ്സ് ഏതെന്ന് ചോദിച്ചാലും അത് മൗലികാവകാശങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഈ മൗലികാവകാശങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്ന മുമ്പ് നമ്മൾ ആദ്യം മനസ്സിലാക്കാനുള്ളത് 1927 ഇന്ത്യയിൽ സൈമൺ കമ്മീഷൻ വന്നു. എന്തിനാണത്? ഇന്ത്യയുടെ ഭരണഘടന പരിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർക്ക് അതിനുള്ള മാർഗനിർദ്ദേശം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സൈമൺ കമ്മീഷൻ വന്നത്. എന്നാൽ ഈ സൈമൺ കമ്മീഷന്റെ അംഗങ്ങളായിട്ട് ഒരു ഇന്ത്യക്കാരൻ പോലും ഇല്ലായിരുന്നു. അതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ അതിൽ നിന്ന് വിട്ടുമാറിയിരുന്നു. ഇതേ തുടർന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുസ്ലിം ലീഗും എല്ലാം ചേർന്ന് ഒരു ഭരണഘടന രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തപ്പെടുകയുണ്ടായി. അതേ തുടർന്ന് 1928 നെഹ്റു കമ്മിറ്റി രൂപീകരിക്കും. നെഹ്റു കമ്മിറ്റി രൂപീകരിക്കുന്ന എന്തിനാണ്? 19 മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഭരണഘടനയുടെ ഒരു കരട് ക്രോഡീകരിക്കുകയുണ്ടായി. 1928 നെഹ്റു കമ്മിറ്റിയിൽ 1928 നെഹ്റു കമ്മിറ്റിയിൽ 19 മൗലികാവകാശങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു ഭരണഘടനയുടെ കരട് തയ്യാറാക്കി. അങ്ങനെ 19 മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിച്ചുകൊണ്ടുള്ള ഭരണഘടനയുടെ ഒരു കരട് ക്രോഡീകരിക്കാൻ തീരുമാനിച്ചത് ഏത് കമ്മിറ്റിയിലാണ്? നെഹ്റു കമ്മിറ്റിയിൽ 1928. ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ മോത്തിലാൽ നെഹ്റു ആയിരുന്നു ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ. മോത്തിലാൽ നെഹ്റു ആയിരുന്നു. എന്നാൽ ഈ കമ്മിറ്റിയുടെ സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. എന്നാൽ അധ്യക്ഷൻ മോത്തിലാൽ നെഹ്റു ആയിരുന്നു. ഇനി ഈ കമ്മിറ്റിയിലെ മറ്റു അംഗങ്ങൾ ആരൊക്കെയാന്ന് വെച്ചാൽ സുഭാഷ് ചന്ദ്രബോസും അലി ഇമാമും ഈ കമ്മിറ്റിയിലെ മറ്റു അംഗങ്ങളായിരുന്നു. അതൊക്കെയായിരുന്നു സുഭാഷ് ചന്ദ്രബോസും അലി ഇമാമും മറ്റും ഈ കമ്മിറ്റിയിലെ അംഗങ്ങളായിരുന്നു. ഇനി നമ്മൾ പറഞ്ഞു നെഹ്റു കമ്മിറ്റി കുറിച്ചാണ് നമ്മൾ ഇപ്പൊ മനസ്സിലാക്കുന്നത്. നെഹ്റു കമ്മിറ്റിയിലെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ അത് മോത്തിലാൽ നെഹ്റു ആണ്. എന്നാൽ അതിന്റെ സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. ഇനി മൗലികാവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം അവതരിപ്പിക്കപ്പെട്ടത് 1931 കറാച്ചി സമ്മേളനത്തിലാണ്. 1931 കറാച്ചി സമ്മേളനത്തിലാണ് മൗലികാവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം അവതരിപ്പിച്ചത്. 1931 കറാച്ചി സമ്മേളനത്തിലാണ് മൗലികാവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം പാസ്സാക്കിയത്. ഈ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ഈ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അപ്പൊ മൗലികാവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം അവതരിപ്പിച്ച ഏത് സമ്മേളനത്തിലാണ്? INC യുടെ കറാച്ചി സമ്മേളനത്തിന് 1930 ആ പ്രമേയം അവതരിപ്പിച്ച ജവഹർലാൽ നെഹ്റു ആണ്.
ആ സമയത്ത് INC അധ്യക്ഷൻ എന്ന് ആരായിരുന്നു വെച്ചാൽ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു ആ സമയത്തെ അധ്യക്ഷൻ. സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു ആ സമയത്തെ അധ്യക്ഷൻ. അപ്പൊ സർദാർ വല്ലഭായ് പട്ടേലിനെയാണ് മൗലികാവകാശങ്ങളുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. 1931 കറാച്ചി സമ്മേളനത്തിലാണ് ജവഹർലാൽ നെഹ്റു മൗലികാവകാശങ്ങളുടെ പ്രമേയം അവതരിപ്പിച്ചത്. ആ സമയത്തെ അധ്യക്ഷൻ, ആ INC സമ്മേളനത്തെ അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. അദ്ദേഹത്തിന് മൗലികാവകാശങ്ങളുടെ ശില്പി എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇനി 1927 ഒരു സമ്മേളനം ഉണ്ടായിരുന്നു, മദ്രാസ് സമ്മേളനത്തിൽ. അതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രഖ്യാപനമായിരിക്കും ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച സമ്മേളനം. 1927 മദ്രാസ് സമ്മേളനം ഇന്ത്യൻ ഭരണഘടനയുടെ പ്രഖ്യാപനമായിരിക്കും ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച സമ്മേളനം എന്താണെന്ന് വെച്ചാൽ 1927 മദ്രാസ് സമ്മേളനമാണ്. അത് MN അൻസാരി ആയിരുന്നു അതിലെ അധ്യക്ഷൻ. ഇനി ഭരണഘടനയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭരണഘടനയിൽ നമ്മൾ മൗലികാവകാശത്തെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് മനസ്സിലാക്കുന്നത് അല്ലെ. അപ്പൊ ഭരണഘടനയിലെ മൗലികാവകാശം ഭരണഘടന രൂപീകരിക്കപ്പെട്ട സമയത്ത് മൗലികാവകാശങ്ങളുടെ എണ്ണം എത്രയായിരുന്നു ചോദിച്ചാൽ ഭരണഘടന മൗലികാവകാശങ്ങളുടെ എണ്ണം 7 ആയിരുന്നു. ഭരണഘടന രൂപീകരിച്ച സമയത്ത് മൗലികാവകാശങ്ങളുടെ എണ്ണം എത്രയായിരുന്നു? 7 മൗലികാവകാശങ്ങളാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ പറഞ്ഞ മൗലികാവകാശങ്ങൾ എത്ര എണ്ണം ഉണ്ടായിരുന്നു ഭരണഘടന നിലവിൽ സമയത്ത്? 7 മൗലികാവകാശങ്ങളാണ് ഭരണഘടന നിലവിൽ സമയത്ത് ഉണ്ടായിരുന്നത് അല്ലെ. മൗലികാവകാശങ്ങളുടെ എണ്ണം 7 ആയിരുന്നു. എന്നാൽ പിന്നീട് മൗലികാവകാശം 6 ചുരുങ്ങി. അത് എന്താണ്? മൗലികാവകാശങ്ങളിൽ ഒന്നായിരുന്ന സ്വത്തവകാശം മൗലികാവകാശമായിരുന്നു. ഈ സ്വത്തവകാശത്തെ നിയമവകാശമാക്കി മാറ്റി. സ്വത്തവകാശം ആർട്ടിക്കിൾ 31 ഉണ്ടായിരുന്നത്. ആർട്ടിക്കിൾ 31 സ്വത്തവകാശത്തെ നിയമവകാശമാക്കി മാറ്റിയപ്പോൾ അത് 12ാം ഭാഗത്തിലെ 300A ആർട്ടിക്കിളിലേക്ക് മാറ്റപ്പെട്ടു. ഇത് മാറ്റപ്പെട്ടത് ഒരു ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. 1978 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശം നിയമവകാശമായിട്ട് മാറിയത്. സ്വത്തവകാശം നിയമവകാശമായിട്ട് മാറിയത് 1978 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഭേദഗതി പ്രകാരമാണ് 1978 ഭരണഘടനാ ഭേദഗതി പ്രകാരം. ആ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി ആയിരുന്നു ആ സമയത്തെ പ്രധാനമന്ത്രി. ഇനി ആ സമയത്തെ പ്രസിഡന്റ് ആയിരുന്നു വെച്ചാൽ നീലം സഞ്ജീവ് റെഡ്ഡി ആയിരുന്നു ആ സമയത്തെ പ്രസിഡന്റ്. അപ്പൊ എന്താണ്? സ്വത്തവകാശത്തിനെ എന്താക്കി മാറ്റി? നിയമവകാശമാക്കി മാറ്റിയത്. മൗലികാവകാശങ്ങളുടെ എണ്ണം എത്രയായി ചുരുങ്ങി? 6 ചുരുങ്ങി. അപ്പോൾ ഭരണഘടന നിലവിൽ സമയത്ത് മൗലികാവകാശങ്ങളുടെ 7 ആയിരുന്നു. പിന്നീട് അത് 6 ചുരുങ്ങി. കാരണം സ്വത്തവകാശം എന്ന മൗലികാവകാശം നിയമവകാശമാക്കി മാറ്റി. സ്വത്തവകാശം മൗലികാവകാശമായിരുന്ന ആർട്ടിക്കിൾ 31 അതിൽ പിന്നെ നിയമവകാശമായി മാറിയതിന്റെ ഭാഗമായി ഭരണഘടനയുടെ 12ാം ഭാഗത്തിൽ 300A അത് സ്ഥാപിക്കപ്പെട്ടു. അത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണെന്ന് വെച്ചാൽ 1978 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ആണ് സ്വത്തവകാശം നിയമവകാശമാക്കി മാറ്റിയത്. ആ സമയത്തെ പ്രധാനമന്ത്രി ആരാണെന്ന് വെച്ചാൽ മൊറാർജി ദേശായി. പ്രസിഡന്റ് ആരാണെന്ന് വെച്ചാൽ നീലം സഞ്ജീവ് റെഡ്ഡിയുമാണ്. മൗലികാവകാശങ്ങൾ എത്ര ആർട്ടിക്കിൾ മുതൽ എത്ര ആർട്ടിക്കിൾ വരെയാണ്? അനുച്ഛേദം 12-35 വരെയാണ് മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതിൽ ഒന്നാമത്തത് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ എന്തിനെ കുറിച്ചാണ്? സമത്വത്തിനുള്ള അവകാശത്തെ കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ സമത്വത്തിന്റെ അവകാശത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആർട്ടിക്കിൾ 14-18 വരെ സമത്വത്തിനുള്ള അവകാശം, 19 മുതൽ 22 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 23-24 ചൂഷണത്തിനെതിരെയുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 29 മുതൽ 30 വരെ സാംസ്കാരിക വിദ്യാഭ്യാസപരമായ അവകാശം, 32 ഭരണഘടനാ പ്രതിനിധിക്കായുള്ള അവകാശം. അപ്പൊ ഇത്തരത്തിലുള്ള ഭരണഘടനാപരമായ പ്രതിനിധിക്കുള്ള അവകാശം. ഇങ്ങനെയാണ് നമ്മൾ ആർട്ടിക്കിൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 12-35 വരെയാണ് മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. അതിൽ ആർട്ടിക്കിൾ 14-18 വരെ സമത്വത്തിനുള്ള അവകാശത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും, 23 മുതൽ 24 ചൂഷണത്തിനെതിരെയുള്ള അവകാശം, 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 29-30 സാംസ്കാരിക വിദ്യാഭ്യാസപരമായ അവകാശം, 32 ഭരണഘടനാ പ്രതിനിധിക്കായുള്ള അവകാശം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് നോക്കാം സമത്വത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ നമുക്ക് സമത്വത്തിനുള്ള അവകാശത്തെ കുറിച്ച് നോക്കാം. സമത്വത്തിനുള്ള അവകാശം അതിൽ ആർട്ടിക്കിൾ 14 എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 14 എല്ലാവരും നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്, എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ നൽകുന്നു എന്നാണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. അപ്പൊ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്, എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ നൽകുന്നു എന്ന് പ്രസ്താവിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 14.
ഇനി ആർട്ടിക്കിൾ 15 എന്താണ് പറയുന്നത്? ഇത് തുല്യ പരിരക്ഷ, നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യ പരിരക്ഷ. നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യ പരിരക്ഷ പ്രസ്താവിക്കുന്ന ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 15 രാജ്യത്തെ പൗരന്മാർക്കിടയിൽ വർഗം, ലിംഗം, ജാതി, അതുപോലെ ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് നിഷ്കർഷിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15. രാജ്യത്തിലെ പൗരന്മാർക്കിടയിൽ ജാതി, വർഗ, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് നിഷ്കർഷിക്കുന്ന പ്രസ്താവിക്കുന്ന ഏത് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 15. അപ്പൊ സാമൂഹ്യ നീതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ അല്ലെങ്കിൽ അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 15. സാമൂഹ്യ നീതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 15. ഇനി ആർട്ടിക്കിൾ 16 എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 16 നമ്മൾ പറഞ്ഞു എന്താണ്? പൊതു നിയമനങ്ങളെ അല്ലെങ്കിൽ പൊതു തൊഴിലുകളിൽ അവസര സമത്വം ഉറപ്പെടുത്തുക, അല്ലെങ്കിൽ അവസര സമത്വം എന്ത് ചെയ്യുക? പൊതു തൊഴിലുകൾ അല്ലെങ്കിൽ പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പെടുത്തുക എന്നുള്ളതാണ് ആർട്ടിക്കിൾ 16 പറയുന്നത്. പൊതു നിയമനങ്ങൾ അല്ലെങ്കിൽ പൊതു തൊഴിലുകളിൽ അവസര സമത്വം ഉറപ്പുവരുത്തുന്നു. ഇനി ആർട്ടിക്കിൾ 17 പറയുന്നത് അയിത്ത നിർമ്മാർജ്ജനത്തെ കുറിച്ചാണ്. ഇവിടെ സാമൂഹ്യ നീതി ഉറപ്പുവരുത്തുന്നു. ഇവിടെ എന്താണ്? തൊഴിൽ സമത്വം അല്ലേ? അടുത്തത് ഇവിടെ എന്താണ്? അയിത്ത നിർമ്മാർജ്ജനം. അയിത്ത നിർമ്മാർജ്ജനമാണ് ആർട്ടിക്കിൾ 17 പറയുന്നത്. ആർട്ടിക്കിൾ 17 പറഞ്ഞിരിക്കുന്നത് രാജ്യത്തെ തൊട്ടുകൂടായ്മ, യാതൊരു വിധ തൊട്ടുകൂടായ്മയും പാടില്ല എന്ന് നിഷ്കർഷിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 17. അയിത്ത നിർമ്മാർജ്ജനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പാസാക്കിയ ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ, അനുച്ഛേദം ഏതാണെന്ന് വെച്ചാൽ അത് അയിത്ത നിർമ്മാർജ്ജനമാണ്. ഇനി ആർട്ടിക്കിൾ 18 എന്തിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്? ആർട്ടിക്കിൾ 18 ബഹുമതികൾ നിർത്തലാക്കുന്നതിനെ കുറിച്ചാണ്. ബഹുമതികൾ നിർത്തലാക്കുക, അതായത് സൈനിക അതുപോലെ അക്കാദമിക് ബഹുമതികൾ ഒഴികെയുള്ള എല്ലാ ബഹുമതികളും നിർത്തലാക്കുന്നത് പരാമർശിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 18. അപ്പൊ ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ സമത്വത്തിന് അവകാശം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സമത്വത്തിന് അവകാശത്തിൽ 14 പറഞ്ഞിരിക്കുന്നത് നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യ പരിരക്ഷ നൽകണമെന്ന് പറയുന്നു. 15 ജാതി, വർഗ, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനം രാജ്യത്തെ പൗരന്മാർക്കിടയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നു. 15 അതായത് പൊതു തൊഴിലുകളെ അതുപോലെ തന്നെ പൊതു നിയമനങ്ങളെ അവസര സമത്വം ഉറപ്പുവരുത്തുക എന്ന് പറയുന്നു. ഇനി 17 അയിത്ത നിർമ്മാർജ്ജനം അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ, യാതൊരു വിധത്തിൽ തൊട്ടുകൂടായ്മ രാജ്യത്ത് ഉണ്ടാകാൻ പാടില്ല നിഷ്കർഷിക്കുന്നു. 18 ബഹുമതികൾ നിർത്തലാക്കുക, അക്കാദമിക അല്ലെങ്കിൽ മിലിറ്ററി സൈനിക ബഹുമതികൾ ഒഴികെയുള്ള എല്ലാ ബഹുമതികളും നിർത്തലാക്കാനാണ് ആർട്ടിക്കിൾ 18 പറഞ്ഞിരിക്കുന്നത്. ഇത്രയാണ് സമത്വത്തിലുള്ള അവകാശത്തെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? അയിത്ത ഉച്ചാരണവുമായി ബന്ധപ്പെട്ട് കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നതിന് വേണ്ടിയിട്ടൊരു നിയമം ഉണ്ടായിരുന്നു. അത് നിയമമുണ്ട്. അയിത്ത ഉച്ചാരണവുമായിട്ട് ബന്ധപ്പെട്ട് കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നതിനായിട്ടൊരു നിയമം ഉണ്ടാക്കി. അതാണ് തൊട്ടുകൂടായ്മ നിരോധന നിയമം. അത് പിന്നീട് പൗരാവകാശ സംരക്ഷണ നിയമമായിട്ട് മാറി. പൗരാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1955 ജൂൺ 1-നാണ്. പൗരാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1955 ജൂൺ 1-നാണ്. അപ്പൊ അയിത്തോച്ചാരണവുമായി ബന്ധപ്പെട്ട് കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്ന വേണ്ടിയിട്ട് ഒരു നിയമം നിലവിൽ വന്നു. അത് തൊട്ടുകൂടായ്മ നിരോധന നിയമമാണ്. പിൽക്കാലത്ത് പൗരാവകാശ സംരക്ഷണ നിയമം മാറി. അത് 1955 ജൂൺ 1-നാണ് നിലവിൽ വന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പ്രതിപാദിച്ചിരിക്കുന്നത്. ഇനി അതിൽ സ്വാതന്ത്ര്യ അവകാശം ആർട്ടിക്കിൾ 19 എന്താണ് പറയുന്നത്? അഭിപ്രായത്തിനുള്ള ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ് സ്വാതന്ത്ര്യ അവകാശം. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത് അഭിപ്രായ പ്രകടനത്തിലുള്ള സ്വാതന്ത്ര്യം. അഭിപ്രായ പ്രകടനത്തിലുള്ള സ്വാതന്ത്ര്യമാണ് 1. 2 ആയുധങ്ങളില്ലാതെ സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം. ആയുധങ്ങളില്ലാതെ നിരായുധരായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇനി 3 സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം. 3 എന്താണ്? സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഈ 4 രാജ്യത്ത് എവിടെയും സ്വാതന്ത്ര്യം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇനി രാജ്യത്ത് എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട തൊഴിൽ മേഖല തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം. അപ്പൊ ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിളിൽ അല്ലെങ്കിൽ നമ്മുടെ അനുച്ഛേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്തിനൊക്കെയുള്ള സ്വാതന്ത്ര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? അഭിപ്രായ പ്രകടനത്തിലുള്ള സ്വാതന്ത്ര്യം, ആയുധങ്ങളില്ലാതെ സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, സംഘടന രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം, അതുപോലെ തൊഴിൽ സ്വാതന്ത്ര്യം. ഇത്തരം സ്വാതന്ത്ര്യങ്ങളാണ് ആർട്ടിക്കിൾ 19 മുതൽ 22 പറഞ്ഞിരിക്കുന്നത്.
ആർട്ടിക്കിൾ 19 പറഞ്ഞിരിക്കുന്നതാണ് ഈ മേൽ പറഞ്ഞ സ്വാതന്ത്ര്യം. അപ്പൊ ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ് നമ്മൾ സ്വാതന്ത്ര്യ അവകാശം എന്ന് പറഞ്ഞു. അതിൽ 19 പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ എന്താണ്? അഭിപ്രായത്തിനുള്ള സ്വാതന്ത്ര്യം. അഭിപ്രായത്തിലുള്ള സ്വാതന്ത്ര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത് ആദ്യം നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 14, 18 സമത്വത്തിനുള്ള അവകാശം എന്ന് പറഞ്ഞു. അടുത്ത 19, 22 വരെ സ്വാതന്ത്ര്യ അവകാശം എന്ന് പറഞ്ഞു. അതിൽ 19 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? രാജ്യത്തെ പൗരന്മാർക്ക് മൗലികമായ 6 സ്വാതന്ത്ര്യങ്ങളുണ്ട്. ആ രാജ്യത്തെ പൗരന്മാരുടെ മൗലികമായ 6 സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. രാജ്യത്തെ പൗരന്മാർക്ക് അടിസ്ഥാന 6 സ്വാതന്ത്ര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം അഥവാ ഫ്രീഡം ടു സ്പീച്ച്. അടുത്തത് ആയുധമില്ലാതെ സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, അതായത് ടു അസംബിൾ, ഫ്രീഡം ടു അസംബിൾ. അടുത്തത് സംഘടന രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, അതാണ് അസോസിയേഷൻ. അടുത്തത് സഞ്ചരിക്കാൻ, രാജ്യത്ത് എവിടെയും സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യം, അതാണ് മൂവ്മെന്റ്. ഇനി രാജ്യത്ത് എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം, അതാണ് റെസിഡൻസ്. ഇനി ഏത് തൊഴിൽ മേഖല സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, അതാണ് തൊഴിൽ സ്വാതന്ത്ര്യം, പ്രൊഫഷൻ. അപ്പൊ ഇവിടെ നമ്മൾ സ്പീച്ച് എസ് എന്ന് സൂചിപ്പിക്കുന്നു, അസംബിൾ എ സൂചിപ്പിക്കുന്നു, അസോസിയേഷൻ എ സൂചിപ്പിക്കുന്നു, മൂവ്മെന്റ് എം സൂചിപ്പിക്കുന്നു, റെസിഡൻസ് ആർ എന്നും പ്രൊഫഷൻ പി എന്നും സൂചിപ്പിക്കുന്നു. അങ്ങനെ സാം ആർ പി എന്നൊരു കോഡിന് നമുക്കിത് വിശേഷിപ്പിക്കാം, ഇത് മനസ്സിലാക്കാം. അതിൽ ആദ്യത്തെ എ എന്ന് പറയുന്നത് അസംബിൾ ആണ് മനസ്സിലാക്കുക. കാരണം അവിടെ അസംബിൾ ചെയ്തിട്ടാണ് നമ്മൾ എന്താ അസോസിയേഷൻ ഫോം ചെയ്യുന്ന ആലോചിക്കുക. അസംബിൾ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? അസോസിയേഷൻ ഫോം ചെയ്യുക. അപ്പൊ അസോസിയേഷൻ ഫോം ചെയ്യുന്ന ഇവിടെ അപ്പം അസംബിൾ ഈ കഴിഞ്ഞിട്ടാണ് ഓ വരുന്നതെന്ന് ആലോചിച്ചാൽ മതി. അസംബിൾ കഴിഞ്ഞിട്ട് അസോസിയേഷൻ. അപ്പൊ രാജ്യത്തെ പൗരന്മാർക്ക് അല്ലെങ്കിൽ രാജ്യത്തെ പൗരന്മാർക്ക് ഭരണഘടന നിഷ്കർഷിക്കുന്ന 6 സ്വാതന്ത്ര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം, ആയുധങ്ങളില്ലാതെ സമ്മേളിക്കുക സ്വാതന്ത്ര്യം, സംഘടന രൂപീകരിക്കുക സ്വാതന്ത്ര്യം, സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, താമസിക്കാനുള്ള സ്വാതന്ത്ര്യം, അതുപോലെ തൊഴിൽ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം. ഇതാണ് പ്രധാനപ്പെട്ട 6 സ്വാതന്ത്ര്യങ്ങൾ. ഇനി നമ്മൾ അടുത്ത മനസ്സിലാക്കാൻ പോകുന്നത്, നമ്മൾ വന്നു 19, 22 വരെ സ്വാതന്ത്ര്യ അവകാശം എന്ന് പറഞ്ഞു അല്ലെ. ഇനി ആർട്ടിക്കിൾ 19 പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആർട്ടിക്കിൾ 20 പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 20 പറയുന്നത് കുറ്റങ്ങൾ സ്ഥാപിക്കുന്നതിന് സംബന്ധിച്ചുള്ള സംരക്ഷണമാണ് ആർട്ടിക്കിൾ 20 പറയുന്നത്. കുറ്റങ്ങൾ സ്ഥാപിക്കുന്നതിന് സംബന്ധിച്ചുള്ള സ്വാതന്ത്ര്യമാണ് സംരക്ഷണം. കുറ്റങ്ങൾ സ്ഥാപിക്കുന്നതിന് സംബന്ധിച്ചുള്ള സംരക്ഷണത്തെ കുറിച്ചാണ് ആർട്ടിക്കിൾ 20 പറയുന്നത്. ആർട്ടിക്കിൾ 20 എന്താണ് പറയുന്നത്? കുറ്റങ്ങൾ സ്ഥാപിക്കുന്നതിന് സംബന്ധിച്ചുള്ള സംരക്ഷണമാണ് ആർട്ടിക്കിൾ 20 പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 20 പറഞ്ഞിരിക്കുന്നത് പ്രകാരം 3 കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ളത്. അതായത് ക്രിമിനൽ മുൻകാല പ്രാബല്യത്തിലൂടെ ഒരു ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കാൻ പാടുള്ളതല്ല. അപ്പൊ മുൻകാല പ്രാബല്യത്തിലൂടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കാൻ പാടുള്ളതല്ല. 2, ഒരു വ്യക്തിയെ ഒരേ കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടുള്ളതല്ല. അപ്പൊ മുൻകാല പ്രാബല്യത്തിലൂടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കാൻ പാടുള്ളതല്ല. 2, ഒരു വ്യക്തിയെ ഒരേ കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ അല്ലെങ്കിൽ ശിക്ഷിക്കാൻ പാടില്ല. ഇനി എന്താണ്? ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടുത്തിയ വ്യക്തിയെ അയാൾക്കെതിരെ തന്നെ തെളിവ് നൽകുന്നതിന് വേണ്ടിയിട്ട് നിർബന്ധിക്കാൻ പാടില്ല. ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയെ അയാൾക്കെതിരെ തന്നെ തെളിവുകൾ നൽകാൻ വേണ്ടി സമ്മർദ്ദിക്കാൻ അല്ലെങ്കിൽ അയാൾക്കെതിരെ തന്നെ തെളിവ് നൽകാൻ നിർബന്ധിക്കാൻ പാടില്ല. അപ്പൊ ഇത്രയാണ് നമ്മൾ ആർട്ടിക്കിൾ 20 മനസ്സിലാക്കുക. അപ്പൊ ആർട്ടിക്കിൾ 20 കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള സംരക്ഷണമാണ് ആർട്ടിക്കിൾ 20 പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കാൻ കാരണം എന്താണ്? 1, മുൻകാല പ്രാബല്യത്തിലെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കാൻ പാടുള്ളതല്ല. 2, എന്താണ്? ഒരു വ്യക്തിയെ ഒരേ കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല. 3, ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയെ അയാൾക്കെതിരെ തെളിവുകൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിർബന്ധിക്കാൻ പാടില്ല. ഇത്രയും കാര്യമാണ് ആർട്ടിക്കിൾ 20 നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഇനി നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, ഈ മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്ന അധികാരം ആർക്കാണ്? ഇത് റദ്ദ് ചെയ്യുന്ന അധികാരം രാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതിക്കാണ് റദ്ദ് ചെയ്യാനുള്ള അധികാരം. അപ്രകാരത്തിൽ ഈ അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ എന്ത് ചെയ്യപ്പെടുന്നു? മൗലികാവകാശങ്ങൾ റദ്ദാക്കപ്പെടുന്നു. അത്തരത്തിൽ അടിയന്തരാവസ്ഥ കാലത്ത് രാഷ്ട്രപതിക്ക് മാർഗനിർദ്ദേശങ്ങൾ റദ്ദ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അങ്ങനെ അടിയന്തര സമയത്ത് രാഷ്ട്രപതി റദ്ദ് ചെയ്യാതെ തന്നെ, രാഷ്ട്രപതിയാണ് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്ന പ്രധാന വ്യക്തി. അപ്പൊ മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യാൻ അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. അതായത് മൗലികാവകാശങ്ങൾ അടിയന്തരാവസ്ഥ സമയത്ത് രാഷ്ട്രപതി റദ്ദ് ചെയ്യാതെ തന്നെ സ്വയം റദ്ദ് ചെയ്യപ്പെടുന്നു. അങ്ങനത്തെ മൗലികാവകാശങ്ങൾ 19 മൗലികാവകാശങ്ങൾ 19 രാഷ്ട്രപതിയുടെ അധികാരമില്ലാതെ തന്നെ അടിയന്തരാവസ്ഥ കാലത്ത് സ്വയം റദ്ദ് ചെയ്യപ്പെടുന്ന മൗലികാവകാശമാണ് ആർട്ടിക്കിൾ 19. അടിയന്തരാവസ്ഥ കാലത്ത് രാഷ്ട്രപതിയുടെ അധികാരമില്ലാതെ തന്നെ അല്ലെങ്കിൽ രാഷ്ട്രപതി റദ്ദ് ചെയ്യാതെ തന്നെ സ്വയം റദ്ദ് ചെയ്യപ്പെടുന്ന മൗലികാവകാശം ഏതാണ്? ആർട്ടിക്കിൾ 19 ആണ്. മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യാൻ അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. എന്നാൽ അടിയന്തരാവസ്ഥ കാലത്ത് രാഷ്ട്രപതി റദ്ദ് ചെയ്യാതെ തന്നെ സ്വയം റദ്ദ് ചെയ്യപ്പെടുന്ന മൗലികാവകാശം ഏതാണെന്ന് വെച്ചാൽ അത് ആർട്ടിക്കിൾ 19 ആണ്.
ആർട്ടിക്കിൾ 19 കാര്യമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അത് സ്വാതന്ത്ര്യമുള്ള അവകാശത്തിൽ നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു പൗരന് അടിസ്ഥാനമായിട്ട് ലഭിക്കുന്ന സ്വാതന്ത്ര്യങ്ങൾ അല്ലെ ഏതൊക്കെയാണെന്നാണ് നമ്മൾ അതിൽ മനസ്സിലാക്കിയത്. ഇനി ആർട്ടിക്കിൾ 21 എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 21 ജീവിക്കുന്ന വ്യക്തി സ്വാതന്ത്ര്യമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21 പറയുന്നത്. ആർട്ടിക്കിൾ 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യമുള്ള അവകാശം. ആർട്ടിക്കിൾ 21 ജീവനും അല്ലെങ്കിൽ ജീവിക്കുന്നതിന് വ്യക്തി സ്വാതന്ത്ര്യമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21 പറഞ്ഞിരിക്കുന്നത്. ഇനി അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദ് ചെയ്യാൻ പറ്റാത്ത 2 ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 20 21 ആർട്ടിക്കിൾ 20 21 അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദ് ചെയ്യാൻ പറ്റാത്ത അനുച്ഛേദങ്ങൾ. അപ്പൊ നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 20 19 എന്താണ് പറഞ്ഞു, പൗരന് ലഭിക്കുന്ന അടിസ്ഥാനമായ സ്വാതന്ത്ര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കിയ എന്താണ്, ആർട്ടിക്കിൾ 20 പറഞ്ഞത് കുറ്റങ്ങൾ സ്ഥാപിതത്തിന് സംബന്ധിച്ച് നൽകുന്ന സംരക്ഷണമാണ്. അതായത് ഒരു വ്യക്തിയെ അതായത് മുൻകാല പ്രാബല്യത്തിലുള്ള ക്രിമിനൽ കേസുകൾ നടപ്പാക്കാൻ പാടില്ല. 2, ഒരു വ്യക്തിയെ ഒരേ കുറ്റത്തിന് 1-2 തവണ ശിക്ഷിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയെ അയാൾക്കെതിരെ തെളിവുകൾ നൽകാൻ നിർബന്ധിക്കാൻ പാടുള്ളതല്ല. ഇത് 3 നമ്മൾ എന്താണ് ആ ഭാഗത്ത് പറഞ്ഞത്. ഇനി 21 പറഞ്ഞ എന്താണ്, ആർട്ടിക്കിൾ 21 ജീവിക്കുന്ന വ്യക്തി സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ 21 പറഞ്ഞത്. ഇപ്പൊ ഭരണഘടനയുടെ ആർട്ടിക്കിളിൽ ഈ പറയുന്ന മൗലികാവകാശങ്ങൾ അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദ് ചെയ്യാൻ പറ്റാത്ത മൗലികാവകാശം ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 20 21 20 21 മൗലികാവകാശ സമയങ്ങളിൽ പോലും റദ്ദ് ചെയ്യാൻ പറ്റാത്ത ആർട്ടിക്കിൾ. ഇനി അടുത്ത നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ആർട്ടിക്കിൾ 21A. ആർട്ടിക്കിൾ 21A ആണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഈ ആർട്ടിക്കിൾ 21A എന്ന് പറഞ്ഞാൽ ഭേദഗതി പ്രകാരം ഭരണഘടനയിലേക്ക് ചേർക്കപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. ഭരണഘടനാ ഭേദഗതി പ്രകാരം ചേർക്കപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21A. അപ്പൊ വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 21A. വിദ്യാഭ്യാസത്തെ ഒരു മൗലിക അവകാശമായി ഉൾപ്പെടുത്തിയ ഭരണഘടനയിലെ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 21A. ആർട്ടിക്കിൾ 21A വിദ്യാഭ്യാസ മൗലിക അവകാശമായി ഉൾപ്പെടുത്തിയത്. അത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? 86 ഭരണഘടനാ ഭേദഗതി 2002 86 ഭരണഘടനാ ഭേദഗതി പ്രകാരം 86 ഭരണഘടനാ ഭേദഗതി പ്രകാരം 2002 86 ഭരണഘടനാ ഭേദഗതി പ്രകാരം 2002 വിദ്യാഭ്യാസം മൗലിക അവകാശമായി ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21A ഉൾപ്പെടുത്തിയത്. ഇനി ആർട്ടിക്കിൾ 21A വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായി ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞു അല്ലെ. വിദ്യാഭ്യാസം മൗലിക അവകാശമായി ഉൾപ്പെടുത്തിയത് ആർട്ടിക്കിൾ 21A 86 ഭരണഘടനാ ഭേദഗതി പ്രകാരം 2002 ഉൾപ്പെടുത്തിയത്. ഇത് പ്രകാരം 6 മുതൽ 14 ഇടയിലുള്ള കുട്ടികൾക്ക് സൗജന്യവും സാർവത്രിക വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്ന ലക്ഷ്യമാണ് ഈ പറയുന്ന ആർട്ടിക്കിളിലൂടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ 6 മുതൽ 14 വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും സാർവത്രിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നു. ആർട്ടിക്കിൾ 21A 6 മുതൽ 14 കുട്ടികൾക്ക് സാർവത്രികവും സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നു. അത് ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി 86 ഭരണഘടനാ ഭേദഗതി 2002 ഇനി വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി മാറ്റിയ അല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദം 21A ആണെന്ന് പറഞ്ഞു. ഇനി 21A അടിസ്ഥാനമാക്കി അതിനനുസരിച്ച് ഒരു വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നു. 21A അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നു. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നു. അത് പാസാക്കിയ വർഷം പാർലമെന്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയ വർഷം ആർട്ടിക്കിൾ 21A പ്രകാരം വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നു. അപ്പൊ ആർട്ടിക്കിൾ 21A പ്രകാരം ഒരു വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 2009 ഓഗസ്റ്റിലാണ് പാർലമെന്റ് പാസാക്കിയത്. എന്നാൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണെന്ന് വെച്ചാൽ 2010 ഏപ്രിൽ 1 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. ഇനി ആ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന സമയത്തെ പ്രധാനമന്ത്രി ആരെന്ന് വെച്ചാൽ AB വാജ്പേയിയും ആ സമയത്തെ പ്രസിഡന്റ് ആരെന്ന് വെച്ചാൽ APJ അബ്ദുൽ കലാമും ആയിരുന്നു. വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 2009 ഓഗസ്റ്റ് 26. പാർലമെന്റ് പാസാക്കിയ വർഷം 2009 ഓഗസ്റ്റ് 26. അത് നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1.
ഇനി നമ്മളിപ്പോ പഠിച്ചു. ഇനി അടുത്ത നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ആർട്ടിക്കിൾ 22 ആണ്. ആർട്ടിക്കിൾ 22. ആർട്ടിക്കിൾ 22 എന്താണ് പറയുന്നത്? നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും കരുതൽ തടങ്കലിനും സംരക്ഷണമാണ് ആർട്ടിക്കിൾ 22 പറയുന്നത്. അപ്പൊ നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും കരുതൽ തടങ്കലിനും എതിരെയുള്ള സംരക്ഷണം നൽകുന്നു. ആർട്ടിക്കിൾ 22 എന്തിനെ കുറിച്ച് പറയുന്നു? നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും കരുതൽ തടങ്കലിനും. അപ്പൊ നിയമവിരുദ്ധമല്ലാത്ത അറസ്റ്റിനും കരുതൽ തടങ്കലിനും സംരക്ഷണം എന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 22. അപ്പൊ ആർട്ടിക്കിൾ 19, 20, 21, 21A, 22 ഇത്രയും ആർട്ടിക്കിളാണ് സ്വാതന്ത്ര്യ അവകാശത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 19 ആണ് എന്താണ് മൗലിക അവകാശം, അത് അടിയന്തരാവസ്ഥ സമയത്ത് റദ്ദാക്കൽ ചെയ്യപ്പെടുന്ന മൗലിക അവകാശം എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 19 ആണ്. ഇനി ആർട്ടിക്കിൾ 20ഉം 21ഉം മൗലികാവകാശ സമയത്ത് പോലും റദ്ദ് ചെയ്യാൻ പറ്റാത്ത ആർട്ടിക്കിളാണ് 20ഉം 21ഉം. ഈ മൗലിക ആവശ്യങ്ങളുടെ നട്ടെല്ല് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 19 ആണ്. മൗലികാവകാശങ്ങൾ നട്ടെല്ല് എന്ന ആർട്ടിക്കിൾ 19 ആണ്. മൗലികാവകാശങ്ങളുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത്. എന്നാൽ മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ്? അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ 21 ആണ്. അപ്പൊ മൗലികാവകാശങ്ങളുടെ നട്ടെല്ല് എന്ന് പറയപ്പെടുന്ന ആർട്ടിക്കിൾ 19, മൗലികാവകാശങ്ങൾ അടിത്തറ എന്ന് പറയപ്പെടുന്ന ആർട്ടിക്കിൾ 21 ആർട്ടിക്കിൾ 21 എന്താണ്? 21 എന്ന് പറയുന്നത് ജീവിക്കുന്നതിന് വ്യക്തി സ്വാതന്ത്ര്യമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21 പറഞ്ഞിരിക്കുന്നത്. ഇനി സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ഏതൊക്കെയാണ്? സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ 14, 19, 22. ഇപ്പൊ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 14, 19, 21 ആണ് സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ 19, ഇന്ത്യൻ ഭരണഘടനയുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ 21 ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുടെ നട്ടെല്ലെന്നും മൗലികാവകാശങ്ങളുടെ അടിത്തറയാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. അപ്പൊ മൗലികാവകാശങ്ങളുടെ നട്ടെൽ എന്ന് പറയുന്ന ആർട്ടിക്കിൾ 19, മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്ന് പറയുന്ന ആർട്ടിക്കിൾ 21 ആണ്. ഇനി അതുപോലെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ 14, 19, 21 ആണ്. ഈ ആർട്ടിക്കിൾ 21A വിദ്യാഭ്യാസ മൗലികാവകാശമായിട്ട് പ്രഖ്യാപിച്ചത്. അതുപോലെ അത് 86-ാം ഭരണഘടനാ ഭേദഗതി 2002 86-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് വിദ്യാഭ്യാസ മൗലികാവകാശമായിട്ട് മാറിയത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ പാർലമെന്റ് പാസ്സാക്കിയ ശേഷം 2009 ഓഗസ്റ്റ് 26 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 ഇനി ഇന്ത്യയിലെ മൗലികാവകാശം, അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ 19, മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ 21 ആണ്. ആർട്ടിക്കിൾ 23, 24 ആർട്ടിക്കിൾ 23, 24 ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങളാണ് നമ്മൾ പഠിച്ചത് അല്ലെ. അപ്പൊ ആർട്ടിക്കിൾ 23 എന്താണ് പറയുന്നത്? മനുഷ്യക്കടത്ത്, അതുപോലെ തന്നെ എന്താണ് നിർബന്ധിച്ച് തൊഴിൽ ചെയ്യിപ്പിക്കുന്നത് എല്ലാം നിരോധിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ 23 പ്രകാരമാണ് അല്ലെ. അപ്പൊ മനുഷ്യക്കടത്ത്, അതുപോലെ നിർബന്ധിച്ച് തൊഴിലെടുപ്പിക്കൽ എന്നിവ നിരോധിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ 23 പ്രകാരമാണ്. ഇനി ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനത്തെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 24 എന്തിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു? ബാലവേല നിരോധിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. അപ്പൊ 23, 24 ചൂഷണത്തിനെതിരായ അവകാശമാണ്. അതില് 23 എന്ന് പറഞ്ഞ മനുഷ്യക്കടത്ത്, അതുപോലെ തൊഴിലുകളില് തൊഴിൽ ചെയ്യുന്ന നിർബന്ധിച്ച് തൊഴിലെടുപ്പിക്കുന്നു അല്ലെ, അതിനെ നിരോധിച്ചിരിക്കുന്നു. അപ്പൊ നിർബന്ധിച്ചുള്ള തൊഴിലെടുപ്പ്, അതുപോലെ തന്നെ മനുഷ്യക്കടത്ത് എന്നിവയാണ് ആർട്ടിക്കിൾ 23 പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പൊ 23, 24 ചൂഷണത്തിലുള്ള അവകാശമാണ്. അതിൽ 23 മനുഷ്യക്കടത്ത്, നിർബന്ധിച്ച തൊഴിലെടുപ്പുകൾ എന്നിവ നിരോധിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ ആർട്ടിക്കിൾ 24 ബാലവേല നിരോധിച്ചതിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു. ബാലവേല നിരോധിച്ചിരിക്കുന്നു പറഞ്ഞു. ഇനി നമ്മൾ എന്താണ് അതായത് ബാലവേല നിരോധനം, അതിൽ ലോക ബാലവേല നിരോധനം എന്നാണെന്ന് വെച്ചാൽ ജൂൺ 12 ലോക ബാലവേല വിരുദ്ധ ദിനം. ലോക ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12. ഇനി നമ്മൾ ഈ ബാലവേല നിരോധനവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി നമുക്ക് ഓർമ്മ, അതാണ് കൈലാഷ് സത്യാർത്ഥി. അപ്പൊ ബാലവേല നിരോധനവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? കൈലാഷ് സത്യാർത്ഥിയാണ്. അപ്പൊ കൈലാഷ് സത്യാർത്ഥിയുടെയാണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ. ആരാണ്? ബച്പൻ ബച്ചാവോ ആന്തോളൻ ആരുമായി ബന്ധപ്പെട്ടതാണ്? കൈലാഷ് സത്യാർത്ഥിയുമായി ബന്ധപ്പെട്ടതാണ്. ഈ കൈലാഷ് സത്യാർത്ഥിക്ക് 2014 നോബൽ സമ്മാനം ലഭിച്ചു.
അതായത് ഇനി എന്താണ് ബാലവേല നിരോധനത്തെ കുറിച്ച് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ 1994 റക്മാർക്ക് രൂപീകരിച്ചത്. എന്താണ് റക്മാർക്ക് എന്ന് പറഞ്ഞാൽ ഉൽപാദന സമയത്ത് ബാലവേല നടന്നിട്ടില്ല എന്ന ഉൽപ്പന്നങ്ങൾക്ക് സമയത്ത് ഉൽപാദന സമയത്ത് ബാലവേല നടന്നിട്ടില്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് അതിലൊരു ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടില്ല അല്ലെങ്കിൽ കുട്ടികൾ അതിന് ഉപയോഗിച്ചിട്ടില്ല എന്ന് ഉറപ്പു നൽകുന്ന ഒരു മുദ്രയാണ് ഈ റക് മാർക്ക്. അപ്പൊ ഉൽപാദന സമയത്ത് ബാലവേല നടന്നിട്ടില്ല എന്ന് ഉറപ്പു നൽകുന്ന മുദ്രയാണ് ഇത് റക് മാർക്ക്. അത് രൂപീകരിച്ചത് 1994 1994 റക് മാർക്ക് രൂപീകരിക്കുന്നത്. അത് ഉൽപാദന സമയത്ത് ബാലവേല നടന്നിട്ടില്ല എന്ന് ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്രയാണ് റക് മാർക്ക്. അത് പിന്നീട് ഗുഡ് വീവ് എന്ന പേരിൽ അറിയപ്പെട്ടു. എന്ന പേരിൽ അറിയപ്പെട്ടു. ഇനി ലോക ബാലവേല വിരുദ്ധ ദിനം എന്നറിയപ്പെടുന്നത് ജൂൺ 12 പറഞ്ഞു. ബച്പൻ ബച്ച ആന്തോളനുമായി ബന്ധപ്പെട്ട വ്യക്തി കൈലാസ് സത്യാർത്ഥിയാണ്. ഇനി അതുപോലെ തന്നെ 2014 അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിക്കുന്നത്. 2014 കൈലാസ് സത്യാർത്ഥിക്ക് നോബൽ സമ്മാനം ലഭിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, നമ്മളിപ്പോ പഠിച്ച ചൂഷണത്തിന്റെ ഒരു അവകാശം, അതിൽ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി. ഒന്ന് മനുഷ്യക്കടത്ത്, അതുപോലെ തന്നെ 23 പറഞ്ഞ മനുഷ്യക്കടത്ത്, അതുപോലെ തൊഴിൽ നിർബന്ധിച്ച് തൊഴിലെടുപ്പിക്കുന്ന എന്നിവയൊക്കെ നിരോധിക്കുന്നു. 24 ബാലവേല നിരോധിക്കുന്നതിനെ കുറിച്ചും പരാമർശിക്കുന്നു. അതിലാണ് നമ്മൾ പറഞ്ഞത് റക് മാർക്കും ഗുഡ് വീവ് ഒക്കെ മനസ്സിലാക്കി. 1994 റക് മാർക്ക് വരുന്നത്. അത് പിന്നീട് ഗുഡ് വീവ് എന്ന പേര് മാറുന്നു. ഇനി എന്താണ് റക് മാർക്ക് എന്ന് വെച്ചാൽ ഉൽപാദന സമയത്ത് ബാലവേല നടന്നിട്ടില്ലെന്ന ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്രയാണ് റക് മാർക്ക്. ഇനി ബച്പൻ ബച്ച ആന്തോളൻ ബന്ധപ്പെട്ട വ്യക്തിയായ കൈലാസ് സത്യാർത്ഥിയാണ്. 2014 അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിക്കുകയുണ്ടായി. ഇനി അതുപോലെ തന്നെ ലോക ബാലവേല വിരുദ്ധ ദിനം എന്നറിയപ്പെടുന്നത് ജൂൺ 12. ഇനി അടുത്ത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ള കാര്യമാണ്. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ള കാര്യം അത് മതസ്വാതന്ത്ര്യത്തിന്റെ അവകാശമാണ്. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ പരാമർശിച്ചിരിക്കുന്നത്. 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യ അവകാശമാണ് മനസ്സിലാക്കാവുന്നത്. മതസ്വാതന്ത്ര്യ അവകാശം ആർട്ടിക്കിൾ 25. ആർട്ടിക്കിൾ 25 എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യമാണ്. അല്ലെ, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്ന സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ 25 പ്രതിപാദിക്കുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 25 എന്ന് പറയുന്നത് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും അതിൽ വിശ്വസിക്കുന്നതും ആചരിക്കുന്നതും പ്രചരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം അവകാശമാണ് ആർട്ടിക്കിൾ 25 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 26 പറയുന്നത് എന്താണ്? മതവിഭാഗങ്ങൾക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്ഥാപനങ്ങൾ രൂപീകരിക്കുന്നതിനും നടത്തിക്കൊണ്ടു പോകുന്നതിനുമുള്ള അവകാശമാണ്. അതായത് മതവിഭാഗങ്ങൾക്ക് ജീവകാരുണ്യ സ്ഥാപനങ്ങൾ രൂപീകരിക്കുന്നതിനും നടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള അവകാശമാണ് എവിടെ പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ 26 പരാമർശിച്ചിരിക്കുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 25 നമുക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനുള്ള അവകാശം. 26 മതവിഭാഗങ്ങൾക്ക് ജീവകാര്യ സ്ഥാപനങ്ങൾ രൂപീകരിക്കുന്നതിനും അത് നടത്തിക്കൊണ്ടു പോകുന്നതിനുമുള്ള അവകാശമാണ് 26 പ്രതിപാദിച്ചിരിക്കുന്നത്. 27 എന്താണ് മനസ്സിലാക്കാനുള്ളത്? 27 പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു മതത്തിന്റെ പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ട് നികുതി കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരെയുള്ള അവകാശം. ഏതെങ്കിലും ഒരു മതത്തിന്റെ പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ട് നികുതി കൊടുക്കുന്നത് നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ നികുതി കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരെയുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 27 പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും പ്രത്യേക മതത്തിന്റെ പ്രോത്സാഹനത്തിന് നികുതി കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 27 പരാമർശിച്ചിരിക്കുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യ അവകാശമാണെന്ന് പറഞ്ഞു. അതിൽ ആർട്ടിക്കിൾ 27 ഏതെങ്കിലും ഒരു മതത്തിന്റെ പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ട് നികുതി കൊടുക്കുന്നത് നിർബന്ധിക്കുന്നതിനെതിരായുള്ള അവകാശമാണ്. നികുതി കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായുള്ള അവകാശം ആർട്ടിക്കിൾ 27 പറഞ്ഞിരിക്കുന്നത്. ഇനി 28 എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഗവൺമെന്റിന്റെ കീഴിലോ ഗവൺമെന്റിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ യാതൊരു വിദ്യാഭ്യാസ മതപ്രചരണം നടത്താനോ മതാചാരങ്ങൾ നിർബന്ധിക്കാനോ പാടുള്ളതല്ല. അപ്പൊ ഗവൺമെന്റിന്റെ അധീനയിലോ ഗവൺമെന്റിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ മതപ്രചരണം നടത്താനോ മതാചാരങ്ങൾ നിർബന്ധിക്കുവാനോ പാടുള്ളതല്ല. അപ്പൊ അത്രയാണ് മതസ്വാതന്ത്ര്യമുള്ള അവകാശം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 25 മുതൽ 28 കുറിച്ച് മതസ്വാതന്ത്ര്യമുള്ള അവകാശം. അതിൽ ആർട്ടിക്കിൾ 25 പറഞ്ഞത് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനുള്ള അവകാശം. 26 പറഞ്ഞിരിക്കുന്നത് മതവിഭാഗങ്ങൾക്ക് ജീവകാര്യ സ്ഥാപനങ്ങൾ രൂപീകരിക്കുന്നതിനും അത് നോക്കി നടത്തുന്നതിനുള്ള അവകാശം. 27 പറഞ്ഞത് ഏതെങ്കിലും ഒരു മതത്തിന്റെ പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ട്
നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായുള്ള അവകാശമാണ് 27 പറഞ്ഞത്. 28 പറഞ്ഞത് ഗവൺമെന്റിന്റെ കീഴിലോ ഗവൺമെന്റ് അധീനതയിലോ ഗവൺമെന്റ് സഹായത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ മതപ്രചാരണം നടത്താനോ മതാചാരങ്ങൾ നിഷ്കർഷിക്കാനോ പാടുള്ളതല്ല. ഇത്രയാണ് മതസ്വാതന്ത്ര്യ അവകാശത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യ അവകാശമാണ് മനസ്സിലാക്കാവുന്നത്. മതസ്വാതന്ത്ര്യ അവകാശം ആർട്ടിക്കിൾ 25. ആർട്ടിക്കിൾ 25 എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യമാണ്. അല്ലെ, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്ന സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ 25 പ്രതിപാദിക്കുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 25 എന്ന് പറയുന്നത് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും അതിൽ വിശ്വസിക്കുന്നതും ആചരിക്കുന്നതും പ്രചരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം അവകാശമാണ് ആർട്ടിക്കിൾ 25 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 26 പറയുന്നത് എന്താണ്? മതവിഭാഗങ്ങൾക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്ഥാപനങ്ങൾ രൂപീകരിക്കുന്നതിനും നടത്തിക്കൊണ്ടു പോകുന്നതിനുമുള്ള അവകാശമാണ്. അതായത് മതവിഭാഗങ്ങൾക്ക് ജീവകാരുണ്യ സ്ഥാപനങ്ങൾ രൂപീകരിക്കുന്നതിനും നടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള അവകാശമാണ് എവിടെ പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ 26 പരാമർശിച്ചിരിക്കുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 25 നമുക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനുള്ള അവകാശം. 26 മതവിഭാഗങ്ങൾക്ക് ജീവകാര്യ സ്ഥാപനങ്ങൾ രൂപീകരിക്കുന്നതിനും അത് നടത്തിക്കൊണ്ടു പോകുന്നതിനുമുള്ള അവകാശമാണ് 26 പ്രതിപാദിച്ചിരിക്കുന്നത്. 27 എന്താണ് മനസ്സിലാക്കാനുള്ളത്? 27 പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു മതത്തിന്റെ പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ട് നികുതി കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരെയുള്ള അവകാശം. ഏതെങ്കിലും ഒരു മതത്തിന്റെ പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ട് നികുതി കൊടുക്കുന്നത് നിയന്ത്രിക്കുക അല്ലെങ്കിൽ നികുതി കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരെയുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 27 പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും പ്രത്യേക മതത്തിന്റെ പ്രോത്സാഹനത്തിന് നികുതി കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 27 പരാമർശിച്ചിരിക്കുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യ അവകാശമാണെന്ന് പറഞ്ഞു. അതിൽ ആർട്ടിക്കിൾ 27 ഏതെങ്കിലും ഒരു മതത്തിന്റെ പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ട് നികുതി കൊടുക്കുന്നത് നിർബന്ധിക്കുന്നതിനെതിരായുള്ള അവകാശമാണ്. നികുതി കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായുള്ള അവകാശം ആർട്ടിക്കിൾ 27 പറഞ്ഞിരിക്കുന്നത്. ഇനി 28 എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഗവൺമെന്റിന്റെ കീഴിലോ ഗവൺമെന്റിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ യാതൊരു വിദ്യാഭ്യാസ മതപ്രചരണം നടത്താനോ മതാചാരങ്ങൾ നിർബന്ധിക്കാനോ പാടുള്ളതല്ല. അപ്പൊ ഗവൺമെന്റിന്റെ അധീനയിലോ ഗവൺമെന്റിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ മതപ്രചരണം നടത്താനോ മതാചാരങ്ങൾ നിർബന്ധിക്കുവാനും പാടുള്ളതല്ല. അപ്പൊ അത്രയാണ് മതസ്വാതന്ത്ര്യ അവകാശം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 25 മുതൽ 28 കുറിച്ച് മതസ്വാതന്ത്ര്യ അവകാശം. അതിൽ ആർട്ടിക്കിൾ 25 പറഞ്ഞത് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനുള്ള അവകാശം. 26 പറഞ്ഞിരിക്കുന്നത് മതവിഭാഗങ്ങൾക്ക് ജീവകാര്യ സ്ഥാപനങ്ങൾ രൂപീകരിക്കുന്നതിനും അത് നോക്കി നടത്തുന്നതിനുള്ള അവകാശം. 27 പറഞ്ഞത് ഏതെങ്കിലും ഒരു മതത്തിന്റെ പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ട് നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായുള്ള അവകാശമാണ് 27 പറഞ്ഞത്. 28 പറഞ്ഞത് ഗവൺമെന്റിന്റെ കീഴിലോ ഗവൺമെന്റ് അധീനതയിലോ ഗവൺമെന്റ് സഹായത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ മതപ്രചാരണം നടത്താനോ മതാചാരങ്ങൾ നിഷ്കർഷിക്കാനോ പാടുള്ളതല്ല. ഇത്രയാണ് മതസ്വാതന്ത്ര്യ അവകാശത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് ആർട്ടിക്കിൾ 29 മുതൽ ബാക്കിയുള്ള ഭാഗങ്ങളാണ്. അടുത്തത് ഇനി ആർട്ടിക്കിൾ 29, 30. 29 മുതൽ 30. ആർട്ടിക്കിൾ 29, 30 കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ആർട്ടിക്കിൾ 29, 30 എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? 29 പറഞ്ഞിരിക്കുന്നത് 29, 30 പറഞ്ഞാൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശമാണ് അല്ലെ. ആർട്ടിക്കിൾ 20, 30 വരെ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം. സാംസ്കാരിക വിദ്യാഭ്യാസപരമായ അവകാശമാണ് ആർട്ടിക്കിൾ 20, 30 പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 29 പറഞ്ഞിരിക്കുന്നത് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളുടെ സംരക്ഷണം അല്ലെ. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളുടെ സംരക്ഷണമാണ് ആർട്ടിക്കിൾ 29 പറഞ്ഞിരിക്കുന്നത്. അതായത് ന്യൂനപക്ഷങ്ങളുടെ ലിപി, ഭാഷ, സംസ്കാരം എന്നിവയുടെ സംസ്കാരത്തെ കുറിച്ചാണ് ആർട്ടിക്കിൾ 29 പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 30 പറഞ്ഞിരിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും അതുപോലെ തന്നെ അത് നടത്തിക്കൊണ്ടു പോകുന്ന അവകാശമാണ് ആർട്ടിക്കിൾ 30 പ്രതിപാദിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 29, 30 സാംസ്കാരിക വിദ്യാഭ്യാസപരമായ അവകാശത്തെ കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ആർട്ടിക്കിൾ 29 ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷണമാണ്. അതായത് ന്യൂനപക്ഷങ്ങൾ ലിപി, ഭാഷ, സംസ്കാരം എന്നിവയുടെ സംരക്ഷണത്തെ കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 30 ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും അതുപോലെ തന്നെ അത് നടത്തിക്കൊണ്ടു പോകുന്ന അവകാശത്തെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഇനി ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 എന്ന് പറഞ്ഞാൽ ഭരണഘടനാപരമായ പ്രതിനിധിക്കുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 32 പറഞ്ഞിരിക്കുന്നത്.
ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 32 പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ആർട്ടിക്കിൾ ഏതാണെന്ന് വെച്ചാൽ അത് ആർട്ടിക്കിൾ 32 ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32. ഇനി ആർട്ടിക്കിൾ 32 മൗലികാവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിക്കും അതുപോലെ ഹൈക്കോടതിക്കും ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ, അതായത് റിട്ടുകൾ പുറപ്പെടുവിക്കാമെന്ന് പ്രതിപാദിച്ചിരിക്കുന്നു. ആർട്ടിക്കിൾ 32 ഇത്തരത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പൊ സുപ്രീം കോടതി ഇത്തരത്തില് മൗലികാവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് റിട്ടുകൾ പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ 226 പ്രകാരമാണ്. അതുപോലെ തന്നെ സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ 32 പ്രകാരമാണ്. അപ്പൊ ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതി മൗലികാവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നു. ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതി മൗലികാവകാശ സംരക്ഷണത്തിന് വേണ്ടി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മൗലികാവകാശങ്ങളാണ് പഠിച്ച് മനസ്സിലാക്കി പോകുന്നത്. അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ കടംകൊണ്ടിരിക്കുന്ന എവിടെ നിന്നാണ്, ഏത് ഭാഗത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ഏത് അനുച്ഛേദങ്ങളാണ് മൗലികാവകാശം ഏതൊക്കെ അനുച്ഛേദങ്ങൾ 12, 35 അനുച്ഛേദ മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് മനസ്സിലാക്കി. അതുപോലെ തന്നെ മൗലിക അവകാശങ്ങൾ എത്തരത്തിലുള്ള മൗലികാവകാശങ്ങളാണെന്ന് മനസ്സിലാക്കി എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തു പോകുന്നത്. അപ്പൊ ഇത് ഡേ 2 മൗലികാവകാശങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് റീകളക്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ തുടർന്നും എന്റെ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യണം. പ്ലീസ് ഡു വാച്ച് മൈ ചാനൽ. ഈ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സുകൾ ഇതിൽ ഇടുന്നത് കാണാൻ സാധിക്കും. ഈ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്ന ഇന്ന് 2ാമത്തെ ക്ലാസ് ആണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ മൗലിക അവകാശങ്ങളുടെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള മൗലിക കടമകൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ് ഇടുന്നത്. ഈ 7 days കഴിയുമ്പോൾ നമ്മളൊരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. അപ്പം ഇതനുസരിച്ച് ക്ലാസ് ഫോളോ ചെയ്ത് പോവാം. എന്തെങ്കിലും കമന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യാം. Till then, it's bye from me. Thank you.